ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയോട് നാട്ടുരാജ്യങ്ങളായ കശ്മീരിനെയും ഹൈദരാബാദിനെയും കൂട്ടിച്ചേർത്തതെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഒരു നാട്ടുരാജ്യത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് ജുനഗഡ് ആയിരുന്നു. ഈ ഒരു ജുനഗഡിനെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ KSന്റെ സിലബസിലും ഉണ്ട്, അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ജുനഗഡിൻ്റെ സ്ഥാനം ഒന്ന് നോക്കണം. അതായത് കാശ്മീരിൻ്റെയും ഹൈദരാബാദിൻ്റെയും കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജുനഗഡിനെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജുനഗഡിൻ്റെ സ്ഥാനം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഗുജറാത്തിൻ്റെ താഴെയായിട്ടാണ് ജുനഗഡ് ഉള്ളത്. അപ്പോൾ ആ ഒരു ജുനഗഡിൽ എന്തായിരുന്നു പ്രശ്നം, എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചത്, പിന്നീട് എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് അവരെ ചേർത്തത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ഓഫ് ജുനഗഡ്. നമ്മൾ ജുനഗഡിൻ്റെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗുജറാത്തിൻ്റെ താഴെ ഭാഗത്ത് ആ ഒരു പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവർക്ക് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതായത് ജുനഗഡിലെ നവാബ് ഒരു മുസ്ലിം നവാബായിരുന്നു, പക്ഷേ അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ, അതായത് കൂടുതലും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കണ്ട രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലൊക്കെ ഈ ഒരു പ്രശ്നം കണ്ടിരുന്നു. ഹൈദരാബാദിലായിരുന്നു ഇതേ പ്രശ്നം. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ഉള്ള, അതായത് ഇന്ത്യൻ യൂണിയന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഒരു എഡ്ജിലുള്ള ഒരു രാജ്യത്തിന് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിന്റെ നേതാക്കന്മാർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെയുള്ള ഒരു ഭാഗം പാകിസ്ഥാന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ്, അത് നമ്മൾക്കും എപ്പോഴും ഒരു സെക്യൂരിറ്റി ത്രെട്ടായിട്ട് ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയനിൽ യോജിപ്പിക്കണം എന്നായിരുന്നു ഇന്ത്യയിലെ നേതാക്കന്മാരുടെ താല്പര്യം. പക്ഷെ അവിടുത്തെ നവാബ് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ചേരുന്നില്ല, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട് അവസാനം നവാബ് പറഞ്ഞു, ഒരു ജനങ്ങളുടെ വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു, ജനങ്ങളുടെ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കാം. അങ്ങനെ അവിടെ ഒരു പ്ലെബിസൈറ്റ് നടന്നു. എന്താ ഈ പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ? പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ടെടുപ്പാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. അതായത് നമ്മൾ കാശ്മീരിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ പ്ലെബിസൈറ്റ് വെക്കണം എന്നാണ് അന്ന് UN-ന്റെ മീറ്റിംഗിൽ അല്ലെങ്കിൽ തീരുമാനം വന്നിരുന്നത്. പക്ഷെ പ്ലെബിസൈറ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ പ്ലെബിസൈറ്റിൽ ജനങ്ങൾക്ക് 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവർക്കൊരു നമ്മൾ വോട്ടെടുപ്പ് നടന്ന പോലെ 2 ഓപ്ഷൻ, സ്ഥാനാർത്ഥികൾക്ക് പകരം 2 ഓപ്ഷൻ, പാകിസ്ഥാൻ, ഇന്ത്യൻ യൂണിയൻ. അപ്പോൾ അങ്ങനെ ഒരു പ്ലെബിസൈറ്റ് വെച്ചു. പ്ലെബിസൈറ്റിന്റെ റിസൾട്ട് വന്ന സമയത്ത്, അതായത് ആ ഒരു വോട്ടെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഭൂരിഭാഗം പേരും ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജുനഗഡ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറി. അപ്പം നമ്മൾ 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പഠിക്കുന്ന സമയത്ത് 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ 3 വഴിയാണ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ പേര്. ഒന്ന് നമ്മുടെ കശ്മീർ, രണ്ടാമത്തത് ഹൈദരാബാദ്, മൂന്നാമത്തത് ജുനഗഡ്. അപ്പോൾ കശ്മീരിന്റെ കേസാണെങ്കിൽ അവിടുത്തെ രാജാവ് ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സെഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്, അതായത് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തത്. നമ്മൾ ഹൈദരാബാദാണ് എടുക്കുന്നതെങ്കിൽ അവിടെ പോലീസ് ആക്ഷൻ ആയിരുന്നു. അതിനെ നമ്മളൊരു പേര് വിളിച്ചായിരുന്നു ഓപ്പറേഷൻ പോളോ. അപ്പോൾ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ഒരു പോലീസ് ആക്ഷന്റെ ഭാഗമായിട്ടാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തത്. ജുനഗഡ് ആണെങ്കിലോ പ്ലെബിസൈറ്റ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് ആ ഒരു വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നമായിട്ട് നിന്നിരുന്ന 3 പ്രദേശങ്ങൾ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ അങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇനി ഇന്ത്യൻ യൂണിയനിലെ ഭാഗമല്ലാതെ നിന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ഗോവ, അതുപോലെ തന്നെ ദാമൻ ദിയു പോലുള്ളത്, പുതുച്ചേരി, പോണ്ടിച്ചേരി, പിന്നെ സിക്കിം. ഇതൊക്കെ പിന്നീട് ആണ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തത്. ഇതൊക്കെ നാട്ടുരാജ്യങ്ങളായിട്ട് സ്വന്തമായി നിൽക്കാൻ ആഗ്രഹിച്ചത് അതിൽ സിക്കിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിക്കിം ഇന്ത്യയുടെ പുറത്ത്, കാരണം നമുക്കറിയാം നേപ്പാളിന്റെയും ഭൂട്ടാന്റെയും ഇടക്കാണ് ആ സിക്കിം കിടക്കുന്നത്. അവരൊരു സ്വന്തം രാജ്യം എന്നുള്ള രീതിയിൽ നിന്നിരുന്നു. അപ്പോൾ അവർ പിന്നീട് ജനങ്ങൾ പ്രശ്നമാക്കിയിട്ട് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തു. അത് 1974-75 അപ്പോൾ ആ ഒരു പീരീഡിന്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് സിക്കിമിന്റെ കാര്യം പറയാം. പിന്നീട് 54 ഈ ഒരു പുതുച്ചേരിയൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യുന്ന ഫ്രഞ്ച് ടെറിട്ടറി ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആ ഒരു പീരീഡിൽ പറയാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1947, 48, 49 കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങളെ നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് എങ്ങനെയെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച ആളെക്കുറിച്ചാണ്. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വരുന്ന പരീക്ഷകൾക്ക് ഇദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ആ ഒരു പ്രാധാന്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ യൂണിയനെ
ഇത്തരത്തിൽ എല്ലാ നാട്ടുരാജ്യങ്ങളെയും സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഒരു രാജ്യമാക്കി മാറ്റുന്നതിന് പിറകിലുണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ഇരുമ്പു മനുഷ്യൻ എന്നൊക്കെ വിളിക്കുന്നത്, അയേൺ മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ഇരുമ്പു മനുഷ്യൻ എന്നൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഒരു ഡേറ്റ് ഒന്ന് പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് 1875 ഒക്ടോബർ 31 ഒന്ന് പ്രധാനപ്പെട്ടതാണ്. ആ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഫീച്ചേഴ്സ്, അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. കാരണം എന്താ, നമ്മൾ ബർദോളി സത്യാഗ്രഹത്തിൽ ഇദ്ദേഹമാണ് നേതൃത്വം കൊടുത്തതെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഖേദ സത്യാഗ്രഹത്തിലുമൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് 1931 ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് 1931 ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭയിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഹോം മിനിസ്റ്റർ ആയിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഉപപ്രധാനമന്ത്രിയുമായിരുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു. അദ്ദേഹത്തിനെയാണ് ആർക്കിടെക്ട് ഓഫ് യുണൈറ്റഡ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഏകീകൃത ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഇന്ത്യയുടെ ആർക്കിടെക്ട്, ശില്പി എന്ന് വിളിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണെന്ന് ഓർത്തു വെക്കണം. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് BP മേനോന്റെ സഹായത്തോടു കൂടി അദ്ദേഹം നമ്മുടെ ഇന്ത്യയെ, എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഒന്നിച്ചു ചേർത്തിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിനെ നമ്മുടെ രാജ്യം ബഹുമാനിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന അദ്ദേഹത്തിന് 1991 നൽകുകയും ചെയ്തു. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം 3 വർഷത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു 1950 ഡിസംബർ 15. അപ്പോൾ മരിച്ച ഡേറ്റ് അല്ലെങ്കിൽ മരണപ്പെട്ട ഡേറ്റ് അത്ര പ്രധാനമില്ല, പക്ഷെ ജനിച്ച ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ അടുത്ത സ്ലൈഡിൽ വരും. എന്താണ് ഈ ഒരു ഡേറ്റിന്റെ പ്രത്യേകത? നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തെ ഒന്നിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് ഈ ഒരു ഒക്ടോബർ 31. അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നാഷണൽ യൂണിറ്റി ഡേ എന്നുള്ളത് നമുക്ക് ദേശീയ ഐക്യദിനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ ദേശീയ ഐക്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 31 ഓർത്തു വെക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിന് ഈ വരുന്ന എക്സാമിന് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അതിന്റെ പേരാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു ആണ്, 182 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം വളരെയധികം ആഘോഷിച്ചതാണ്. അപ്പോൾ അത് എവിടെയാണ്, ആരാണ് അതിൻ്റെ ആർക്കിടെക്റ്റ്, അതിൻ്റെ ആ ഒരു പ്രാധാന്യം, ആ ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതിന്. കാരണം ഞാൻ ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് പറയാനുള്ള ഒരു പ്രത്യേക കാരണം, ഇതുപോലെ നമ്മുടെ നാണയമായ രൂപയ്ക്ക് ഒരു ചിഹ്നം വന്ന സമയത്ത് ആ ഒരു രൂപ ചിഹ്നം ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ച് കേരള PSCക്ക് തുടരെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിമ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാച്യു വന്നതോടെ ഈ ഒരു സ്റ്റാച്യുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതിമയ്ക്കും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നാഷണൽ യൂണിറ്റി ഡേ ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പ്രതിമയുടെ, അതായത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ വിശദാംശങ്ങളാണ്. അപ്പോൾ ഏകദേശം 2989 കോടിയോടെ ചെലവഴിച്ചാണ് ഇത്രയും വലിയൊരു പ്രതിമ ഉണ്ടാക്കിയിരുന്നത്. പ്രതിമയുടെ ഹൈറ്റ് ഏകദേശം 182 മീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണെന്ന് കൂടി ഓർത്തു വെക്കണം. ഇനി എവിടെയാണ് ഈ പ്രതിമയുള്ളത്? അത് ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റിലാണെന്ന് ഓർത്തു വെക്കണം. ഗുജറാത്തിലാണെന്ന് ഓർത്തു വെക്കണം, നർമ്മദ ഡിസ്ട്രിക്ട്. ഇനി ആരാണ് ഇതിന്റെ ഡിസൈനർ? അദ്ദേഹത്തിന്റെ പേര് രാം വി സൂത്തർ എന്നാണ്. രാം വി സൂത്തർ. അപ്പൊ ആ പേരൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ ഡിസൈനർ രാം വി സൂത്തർ. അപ്പൊ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഡിസൈനർ രാം വി സൂത്തർ. അപ്പൊ ഇത് സ്റ്റീലിനെ കൊണ്ടും കോൺക്രീറ്റിനെ കൊണ്ടും ബ്രോൺസിനെ കൊണ്ടും ഒക്കെ ഉണ്ട്. ബ്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കലം. അപ്പൊ വെങ്കലത്തിന്റെ ഒരു ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് നമ്മൾ പറഞ്ഞു 182 മീറ്റർ ആണ് പ്രതിമയുടെ ഹൈറ്റ്, അതായത് ആളുടെ ഫുൾ ഹൈറ്റ്. അതിന്റെ ബേസ് അടക്കം, അടിയിലൊരു ബേസ് നമുക്ക് കാണാം ഇടതുവശത്തുള്ള പിക്ചറിൽ. ആ ഒരു ബേസ് അടക്കം ഏകദേശം 240 മീറ്ററോളം ഉണ്ട്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അതായത് പൂർത്തീകരിച്ചത് 5 വർഷം കൊണ്ടാണ്. ഒക്ടോബർ 31, 2018 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ജനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒന്ന് ഓർത്തു വെക്കണം. നാഷണൽ യൂണിറ്റി ഡേ ഒക്ടോബർ 31. ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു
ഏറ്റവും ഉയരം കൂടിയ പ്രതിമ 182 മീറ്റർ, ഗുജറാത്തിലാണ്. രാം വി സൂത്തറാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാഷണൽ യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ കുറിച്ച് നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാഷണൽ സിവിൽ സർവീസ് ഡേ. നാഷണൽ സിവിൽ സർവീസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ സിവിൽ സർവീസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 21 ഇത് ഇദ്ദേഹത്തിന് ജന്മദിനമോ അല്ലെങ്കിൽ മരണപ്പെട്ട ദിവസമോ ഒന്നും അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇത് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കാരണം ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് സർവീസാണ്. IAS IPS ഉൾപ്പെടുന്ന ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ആ ഒരു തുടക്കത്തിന് കാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഏപ്രിൽ 21 തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രധാനമന്ത്രിയായതിനു ശേഷം അതായത് സിവിൽ സർവീസിന്റെ പ്രൊബേഷണറി അതായത് സിവിൽ സർവീസ് എക്സാം ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ട്രെയിനിങ്ങിലുള്ള ആൾക്കാരെയാണ് പ്രൊബേഷണേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരെ അഡ്രസ്സ് ചെയ്ത ദിവസം അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സിവിൽ സർവീസിലുള്ള ആൾക്കാരെ അഡ്രസ്സ് ചെയ്ത ദിവസമാണ് ഏപ്രിൽ 21. അപ്പോൾ ആ ഒരു ഏപ്രിൽ 21 നാഷണൽ സിവിൽ സർവീസ് ഡേ എന്ന് വിളിക്കുന്നത്. അതും സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുക്കണം. അത് ഏപ്രിൽ 21 ഓർത്തുക്കണം. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് നമുക്ക് 2 ഡേറ്റുകളായി, ഒന്ന് ഒക്ടോബർ 31 അത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, രണ്ടാമത്തത് ഏപ്രിൽ 21 നാഷണൽ സിവിൽ സർവീസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതായത് അദ്ദേഹത്തെ നമ്മൾ വേറൊരു പേര് കൂടി അറിയപ്പെടുന്നുണ്ട്, ഇന്ത്യാസ് ബിസ്മാർക്ക്. അതായത് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ഓർത്തു വെക്കണം. ഇന്ത്യൻ ബിസ്മാർക്ക്. അപ്പോൾ എന്താണ് ഈ ഒരു ബിസ്മാർക്ക് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമ്മൾ ഓർത്തു വെച്ചു അയൺ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ആരാണ് ഈ ബിസ്മാർക്ക്? ബിസ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ആളാണ്, അതായത് ജർമ്മനിയിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ചെറിയ ചെറിയ രാജ്യങ്ങളായി കിടന്നിരുന്ന ജർമ്മനിയെ എല്ലാം ഏകോപിപ്പിച്ച്, ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ആ ഒരു ചെറിയ ചെറിയ പ്രദേശങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയിരുന്നത്. അതായത് ജർമ്മനിയുടെ ഏകോപനത്തിന് സഹായിച്ച ആളാണ് ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നത്, ഓട്ടോമൻ ബിസ്മാർക്ക്. അപ്പോൾ ഇതേ കാര്യം തന്നെയല്ലേ സർദാർ വല്ലഭായ് പട്ടേൽ നമ്മുടെ രാജ്യത്തും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ഇതിലാണ് ഈ ഒരു ബിസ്മാർക്ക്, ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ഓഫ് ജുനഗഡ് പഠിച്ചു, അതായത് ജുനഗഡ് എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിൽ യോജിപ്പിച്ചതെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് നാഷണൽ യൂണിറ്റിയുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അദ്ദേഹത്തിന് ആർക്കിടെക്ട് ഓഫ് യുണൈറ്റഡ് ഇന്ത്യ, ഇന്ത്യയെ ഏകീകരിച്ച ഇന്ത്യയുടെ ഏകീകൃത ഇന്ത്യയുടെ ആർക്കിടെക്ട്, ശില്പി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ നാഷണൽ ഏകതാ ദിവസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ഒക്ടോബർ 31 ആ ഡേറ്റ് അദ്ദേഹത്തിന്റെ ജന്മദിനം. പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് 182 മീറ്റർ. അത് ഗുജറാത്തിലാണ് ഉള്ളത്. രാം വി സൂത്തർ എന്ന് പറയുന്ന ആളാണ് ഡിസൈനർ. അത് ബ്രോൺസ് ക്ലാഡിംഗ് ആണ്, അത് അത്ര പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഹൈറ്റ് 182 മീറ്റർ ആണ്. അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 2018 ഒക്ടോബർ 31 ഓർത്തു വെക്കണം. പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസ് ഡേ, നാഷണൽ സിവിൽ സർവീസ് ഡേ ഏപ്രിൽ 21 അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിറകിലുള്ള കരങ്ങളും ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണെന്ന് ഓർത്തു വെക്കണം. പിന്നെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ത്യയുടെ നമ്മളിപ്പോൾ ഏകീകൃത ഇന്ത്യയുടെ രൂപത്തിലേക്ക് എത്തി. എന്നാലും ഇന്ത്യയിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പിതാവായ അല്ലെങ്കിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നഷ്ടപ്പെട്ടു. അതും അതിനെ തുടർന്ന് ഉണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.